അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എന്തുണ്ടായിട്ടെന്താണ്, മനസ്സിനൊരു സമാധാനവുമില്ല. പലരുടെയും നിരന്തരമായ പരിഭവമാണിത്. തനിക്കു ചുറ്റുമുള്ള പലതരം ഭയങ്ങളെ നേരിടുന്ന ഓരോ മനുഷ്യൻ്റെ ഹൃദയവും നിർഭയത്വം നിറഞ്ഞ സമാധാനപരമായ സാഹചര്യത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അംബരചുംബികളായ കൊട്ടാരങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ പോലും താൻ എപ്പോഴും ആക്രമിക്കപ്പെടാം, തൻ്റെ കൊട്ടാരവും സംവിധാനങ്ങളും ബോംബുകളോ മിസൈലുകളോ ഒക്കെ ഉപയോഗിച്ച് തകർക്കപ്പെടാമെന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ അവർക്ക് പട്ടുമെത്തയുള്ള കിടപ്പുമുറികൾ ഒരിക്കലും സമാധാനം നൽകില്ല. സാമ്പത്തിക രംഗത്തെ പരാജയങ്ങളും ഭയാശങ്കകളും പലരുടെയും വലിയ പേടിയാണ്. യുദ്ധം നീണ്ടുപോയാൽ, ജോലി ചെയ്യുന്ന കമ്പനി പൂട്ടിപ്പോയാൽ, ഒന്നും നേടാത്ത അവസ്ഥയിൽ പ്രവാസം വെടിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാൽ ഉള്ളിൽ ഇത്തരം ഭയങ്ങളുമായി കൊണ്ട് കഴിഞ്ഞുകൂടുന്നവരെത്രയാണ്. കുടുംബങ്ങളിലെ അസ്വാരസ്യങ്ങളും ധാരാളം മനുഷ്യരുടെ മനസ്സുകളിലെ മായാത്ത നൊമ്പരങ്ങളാണ്. തൻ്റെ ചോരയിൽ പിറന്ന മക്കൾ സോഷ്യൽ മീഡിയയുടെ ചതിക്കുഴികളിലോ ലഹരിയുടെ കെണിയിലോ അകപ്പെടുമോ എന്ന ഭയത്താൽ ഓരോ ദിവസവും ഹൃദയവേദനയോടുകൂടി കഴിച്ചുകൂട്ടുന്ന മാതാപിതാക്കളും ആധുനിക കാലത്തേറെയുണ്ട്. ഒരിക്കലും തന്നെ ചതിക്കില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഇണയുടെ വഴിവിട്ട ബന്ധങ്ങളാണ് മറ്റു പലരുടെയും അവരെ അസ്വസ്ഥരാക്കുന്നത്. തനിക്ക് പിടിപെട്ട രോഗം ഇനി മാറില്ലേ? എത്ര ഹോസ്പിറ്റലുകളിലായി കയറിയിറങ്ങുന്നു, ഡോക്ടർമാരെ മാറി മാറി കാണുന്നു, മരുന്നുകൾ പലതും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എനിക്ക് മുമ്പിൽ എന്തു മാർഗമാണുള്ളത്? ഈ പരീക്ഷണത്തിൽ നിന്ന് ഒരു മോചനമുണ്ടാകില്ലേ? ഇങ്ങനെ തൻ്റെ രോഗാവസ്ഥയുടെ ഭയത്താൽ ഉറക്കം കിട്ടാത്ത എത്രയോ മനുഷ്യർ. പെട്ടെന്ന് പിടിപെടുന്ന പരീക്ഷണങ്ങളും അപകടങ്ങളുമൊക്കെ മനുഷ്യ മനസ്സുകളെ വലിയ പേടിപ്പെടുത്തുന്ന ചിന്തകളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. തൻ്റെ രാജ്യത്തിൻ്റെ ഭാവി എന്താകുമെന്നാലോചിച്ച് ഉറക്കം കിട്ടാത്ത മനുഷ്യർ. നൂറ്റാണ്ടുകളായി തൻ്റെ പൂർവികരും പതിറ്റാണ്ടുകളായി തങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മണ്ണിൽ തൻ്റെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുകയാണോ? വർഗീയ ഫാസിസ്റ്റുകളുടെ ഭരണകൂട ഭീകരതയ്ക്ക് താനും കുടുംബവും ഇരയാകുമോ? ഇത്തരം ഭീതിയോടുകൂടി കഴിഞ്ഞുകൂടുന്നവരുണ്ട്. ഇത്തരണത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എന്തു തന്നെയാണെങ്കിലും ശരി, പരീക്ഷണങ്ങൾ ഏതു തന്നെയാണെങ്കിലും ശരി, അവയോട് പൊരുതി ജീവിക്കുന്നതിനിടയിലും നമുക്ക് ശാശ്വതമായിട്ടുള്ള നിർഭയത്വവും സമാധാനവും പകർന്നു നൽകുന്ന എന്തെങ്കിലുമുണ്ടോ? തീർച്ചയായും ഉണ്ട്. തന്നെയും അതിവിശാലമായ ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനും സർവശക്തനും അങ്ങേയറ്റം കരുണാവാരിധിയുമായ ഏക സൃഷ്ടാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അടുത്തറിഞ്ഞ് അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് അവനോട് മാത്രം ആരാധനകൾ അർപ്പിച്ച് എല്ലാം ആ റബ്ബിൽ വരമേൽപ്പിച്ച് ജീവിക്കുമ്പോഴാണ്, അഥവാ യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് മനുഷ്യർക്ക് യഥാർത്ഥ നിർഭയത്വം അനുഭവിക്കാനാവുക. ഏറ്റവും വലിയ പ്രതിസന്ധിയായി മനുഷ്യർ കാണുന്ന മരണത്തെപ്പോലും പേടിയില്ലാതെ നേരിടാൻ മാത്രം കരുത്തുറ്റ ശക്തനായി മനുഷ്യനെ മാറ്റാൻ തൗഹീദിനെ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് സാധിക്കുക? കറകളഞ്ഞ കലർപ്പില്ലാത്ത തൗഹീദ് ഉൾക്കൊള്ളുന്നവൻ ഇഹലോകത്ത് മാത്രമല്ല പരലോകത്തും, അഥവാ മരണാനന്തര ജീവിതത്തിലും നിർഭയനായിരിക്കും. ഈ വിശ്വാസം മനുഷ്യരെ ശാശ്വത സമാധാനത്തിൻ്റെ ലോകമായ സ്വർഗത്തിലേക്ക് എത്തിക്കും. എത്ര ശക്തമായ ജീവിത പ്രതിസന്ധികളെയും കരുത്തുറ്റ മനസ്സുമായി നേരിടുവാൻ തൗഹീദ് ഉൾക്കൊണ്ട മനുഷ്യനെ കൊണ്ട് കഴിയും. തൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം മുഴുവൻ ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിലാണ് എന്ന് വിശ്വസിക്കുന്നവന് എന്താണ് പേടിക്കാനുള്ളത്? തൗഹീദ് ഉൾക്കൊണ്ട മനുഷ്യൻ അനുഭവിക്കാനാകുന്ന മനസ്സമാധാനം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കുവാനോ തൂലികകൾ കൊണ്ട് വർണ്ണിക്കുവാനോ കഴിയുന്നതിലുമൊക്കെ എത്രയോ അപ്പുറമാണ്. കത്തിജ്വലിക്കുന്ന അഗ്നിക്ക് മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നിർഭയനാക്കിയതും, നിറഞ്ഞു നിൽക്കുന്ന സമുദ്രത്തിന് മുമ്പിൽ അകപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ധൈര്യം പകർന്നതും, തന്നെ കൊല്ലുവാൻ വാളോങ്ങി നിൽക്കുന്ന ശത്രുവിനോട് സധൈര്യം എന്നെൻ്റെ റബ്ബ് രക്ഷിക്കുമെന്ന് പറയുവാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രാപ്തനാക്കിയതും തൗഹീദായിരുന്നു. അതുകൊണ്ട് തന്നെ ശരിയായ വിധം തൗഹീദ് ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമാണ് ഒരാൾക്ക് ശാശ്വത നിർഭയത്വം ആസ്വദിക്കുവാൻ കഴിയുക എന്ന യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർ തന്നെയാണ്
നേർമാർഗം പ്രാപിച്ചവർ, തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് നിർഭയരായി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.